ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ മാസത്തിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇതൊരു സ്വർഗീയമായ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ കരം ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാത്രിയിലാണ് ഞാനും നിങ്ങളും കൂടി ആയിരിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഈ രാത്രിയിലെ വിവിധങ്ങളായ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിനെ, ദൈവത്തിൻ്റെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന സ്വർഗീയമായ ഒരു തലമാണ്, ഒരു മാധ്യമമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഈ സമയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അമേരിക്കയിൽ കൃത്യമായ രീതിയിൽ പ്രവചനങ്ങളൊക്കെ നടത്തുന്ന ഒരു വനിതയെക്കുറിച്ച് കേൾക്കാനിടയായി. പരിശുദ്ധാത്മാവിൽ ആ മകള് നടക്കാനിരിക്കുന്ന ദുരന്തങ്ങൾ, വരുന്ന നാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രവചിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പരിശുദ്ധാത്മാവിൽ പറയുന്ന പ്രവചനങ്ങളും പല സംഭവങ്ങളും നടക്കാതെയായി. അപ്പോൾ അത് കണ്ട് ഒരു പത്രപ്രതിനിധി ഒരിക്കൽ ഈ സഹോദരിയെ അടുത്ത് കണ്ട് ചോദിച്ചു, എന്താണ് സഹോദരി, ആരംഭ നാളുകളിൽ സഹോദരി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമായിരുന്നല്ലോ, കൃത്യമായി സംഭവിക്കുമായിരുന്നല്ലോ, ഇന്ന് എന്താണ് സംഭവിക്കാത്തത്? ആ സഹോദരി ആത്മാവിൽ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അവൾ ഇങ്ങനെ പറഞ്ഞു, പ്രവചനങ്ങൾ എന്നും നിറവേറേണ്ടത് തന്നെയാണ്, അത് നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ പ്രവചനങ്ങൾ ഓരോന്നും പങ്കുവെച്ചപ്പോൾ ആ ദുരന്തങ്ങൾ മാറാൻ വേണ്ടി ഇവിടെയുള്ള ദേശത്തുള്ള വിശ്വാസികൾ അവരുണർന്നു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ പറയും, പ്രവചനത്തിൻ്റെ ശക്തിയേക്കാൾ വലുതാണ് പ്രാർത്ഥനയുടെ ശക്തി. അത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ പ്രവചനങ്ങൾ നടക്കാതിരിക്കുന്നത് നമ്മൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ ശക്തിയേക്കാൾ വലുതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തീരാത്ത രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ശിക്ഷയുടെയും അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. എന്നാൽ അറിയുക, പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ മാറ്റും. ശിക്ഷ രക്ഷയാക്കി മാറ്റുന്ന ശക്തിയാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ കരുണയായി മാറുന്ന സമയമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ മറന്നു പോകരുത്. ശാപങ്ങളെ അനുഗ്രഹങ്ങളായി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റി കൊടുക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതാണ് ജോഷുവ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവാത്മാവ് നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത അന്നേ പോലൊരു ദിവസം പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ ആകാശമധ്യത്തിൽ സൂര്യൻ നിശ്ചലമായി നിന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ അല്ല, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം ആകാശഗോളങ്ങളെ നിശ്ചലമാക്കി നിർത്തി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ ക്രിസ്തോസം പറയുന്നത്, ദൈവം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു, എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തെ നിയന്ത്രിക്കുന്നു. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രിയിൽ ഈ ശുശ്രൂഷകളോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ തീരുമാനങ്ങളെ നാം മാറ്റിമറിക്കും. ദൈവത്തിന്റെ മുഖം നമുക്ക് അനുകൂലമായി മാറും. ദൈവത്തിന്റെ ക്രോധം കരുണയായി മാറും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിൻ്റെ നാമം വിളിച്ച് നാം പ്രാർത്ഥിക്കുന്ന ഈ രാത്രിയിൽ പല ദുരന്തങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നിറയപ്പെടുകയാണ്. ഒരു നിമിഷം രണ്ട് കരവും ഉയർത്തി പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയരട്ടെ. പ്രാർത്ഥനകൾ അത്ഭുതകരമായ രീതിയിൽ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി നമ്മൾ ഉയർത്തുന്ന മുഴുവൻ പ്രാർത്ഥനകളും സ്തുതിപ്പുകളും വലിയ വിടുതലായി കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയോടെ ഈ രാത്രിയിൽ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്ത് നമുക്ക് കുടുംബമായി അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നുള്ളിൽ നിരന്തരം വസിക്കും നിൻ രൂപം ഞാൻ ദർശിപ്പാൻ വിശ്വാസത്തിൻ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നെ നീ കാണുന്നപ്പോൾ എന്നെ ഞാൻ കാണുവാനായി എന്നയനങ്ങൾക്കു നീ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നധികാരികളിൽ, എൻ വിരൽജോലികളിൽ നിന്മനം ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. അന്യരിൽ നന്മ കാണാൻ കണ്ടു സന്തോഷിക്കുവാൻ എന്നകക്കാമ്പീരങ്ങേ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. ദുഃഖത്തിൽ സന്തോഷത്തിൽ, വീഴ്ചയിൽ വിജയത്തിൽ, രോഗത്തിൽ നിന്നെ കാണാൻ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, ദിവ്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നിലും എല്ലാറ്റിലും ദൈവമേ നിന്നുള്ളം ഞാൻ തെളിവായി ദർശിക്കുവാൻ വെളിച്ചം തരേണമേ. വെളിച്ചം തരേണമേ,